സ്റ്റുഡൻസ്. സോ നമ്മുടെ ബിസിനസ് ലോയുടെ 5th ക്ലാസ് ആണ് ഇന്ന്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അതിൽ ലോ എന്താണ്, നീഡ് ഓഫ് ലോ, അതുപോലെ സോഴ്സസ്, പ്രോസസ്സ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നേരെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ലോ, ഒരു നിയമം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സോ നോക്കിക്കേ, വെൻ എ ലോ ഈസ് പ്രപ്പോസ്ഡ് ഇൻ പാർലമെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ഒരു ടോപ്പിക് എടുത്തിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു റിസർച്ച് കമ്മിറ്റി ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവർ ആ ടോപ്പിക്കിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, ഒരു ഇൻറ്റൻസീവ് റിസർച്ച് ചെയ്യും. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ അതിനെപ്പറ്റി പ്രോപ്പറായിട്ടൊരു സ്റ്റഡി നടത്തി അവരുടെ സജഷൻസ്, അവരുടെ റെക്കമെൻഡേഷൻസ് ഗവൺമെൻറ്റിന് കൊടുക്കും. ആ ഗവൺമെൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ട് ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന, ഗവൺമെൻറ് പവർ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ്. അത് ആർക്ക് കൊടുക്കും, പബ്ലിക്കിന് എന്താ കൊടുക്കും, അവരുടെ സജഷൻസ്, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ അറിയാൻ വേണ്ടി. അതിനുശേഷം അത് എന്ത് ചെയ്യും, പാർലമെൻറ്റ് അപ്പർ ഹൗസിലും ലോവർ ഹൗസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യും. വോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് ഉണ്ടാവും. സോ അങ്ങനെയാണത് പോകുന്നത്. അവസാനം പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടി ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അപ്പോഴാണ് എന്താകുന്നത്, ഒരു ആക്ട് ആവുന്നത്. അത് നോട്ടിഫൈ ചെയ്ത് എഫക്റ്റീവ് ആകുമ്പോൾ അതിനെ നമ്മൾ ആക്ട് ഓഫ് എ പാർലമെൻറ്റ് എന്ന് പറയുന്നു. അതുപോലെ അതിൻ്റെ ഒരു ബ്രീഫായിട്ട് മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് വായിക്കുക. വെൻ എ ലോ ഈസ് പ്രപ്പോസ്ഡ് ഇൻ പാർലമെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് എ ബിൽ. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എന്തായിട്ടാണ് വിളിക്കുക, ബില്ലെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആഫ്റ്റർ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്, ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും എന്തെങ്കിലും തർക്കങ്ങൾ, ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്ത് അവസാനം അവരെല്ലാവരും ഒരേ ഒപ്പീനിയനിൽ വരുമ്പോഴാണ് അത് പാസ്സാകുന്നത് അല്ലെങ്കിൽ പാസ്സാക്കുന്നത്. ദ ലോ ഈസ് പാസ്ഡ് ഇൻ ലോക്സഭ. പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോക്സഭയാണ്. സെക്കൻഡ്, thereafter it has to be passed in രാജ്യസഭ. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെയും എന്ത് ചെയ്യണം, അത് പാസ്സാവണം. ഇറ്റ് ദെൻ ഹാസ് ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ്. അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒപ്പുവയ്ക്കുക. ആ ഒരു ലോ അപ്രൂവ് ചെയ്തിട്ടുള്ള അസെൻറ്റ് കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. Finally, the law will be notified by the government in the publication called Official Gazette of India. ഇങ്ങനെ ഒരു അസെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഗവൺമെൻറ് അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ദ ലോ വിൽ ബിക്കം ആപ്ലിക്കബിൾ ഫ്രം ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ നോട്ടിഫിക്കേഷൻ. ആ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിലൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, എഫക്റ്റീവ് ഡേറ്റ് ആണത്. ആ ഡേ തൊട്ടാണ് എന്താകുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത്, നിലവിൽ വരുന്നത്. Once it is notified and effective, it is called an act of parliament. ഒരിക്കൽ അത് നോട്ടിഫൈ ചെയ്ത് എഫക്റ്റീവ് ഡേറ്റ് ആയാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ആക്ട് ഓഫ് പാർലമെൻറ്റ് എന്ന് വിളിക്കും. ഇതാണ് പ്രോസസ് ഓഫ് ലോ മേക്കിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ അപ്പോൾ ഇത് തന്നെ, ഈ പാരഗ്രാഫ് തന്നെ പോയിന്റ് വൈസ് എഴുതി വെക്കുക നോട്ടിൽ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലോ ഇൻ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം. ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലുള്ള ടൈപ്സ് ഓഫ് ലോ. നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ലോസ് ആണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്, ക്രിമിനൽ ലോ, അതായത് ക്രിമിനൽ കേസസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏതിലാണ് പോകുന്നത്, ക്രിമിനൽ ലോ അല്ലെങ്കിൽ IPC, CRPC അങ്ങനെയുള്ള ലോസിനാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തേത് സിവിൽ ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്സ് വരിക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസസ്. ഇപ്പം കോൺട്രാക്റ്റ് ആക്ട് അല്ലെങ്കിൽ ടോർട്ട്, അങ്ങനെയുള്ള ആക്റ്റിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് സിവിൽ ലോ ആണ്. മൂന്നാമത്തേത് കോമൺ ലോ. നാലാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇത് ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ലോ ആണ് ഉള്ളത്.
സോ ഈ ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് ടൈപ്സ് ഓഫ് ലോയിൽ 4 എണ്ണമാണുള്ളത്. 3C 3C എന്തെങ്കിലും നിങ്ങളുടെ കോഡിൽ നിങ്ങൾ യൂസ് ചെയ്യുക. 3CP എന്നോ എങ്ങനെ വേണമെങ്കിലും. ക്രിമിനൽ, സിവിൽ, കോമൺ 3C. 4ാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കണം. കോഡ് ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ. ക്രിമിനൽ ലോയേഴ്സ്. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രിമിനൽ ലോ. Criminal law is concerned with laws pertaining to violations of the rule of law or public wrongs and punishment of the same. അതായത് ഈ ലോ കൺസേൺ, അതായത് ഈ ലോ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ലോസ് പെർട്ടൈനിങ് ടു വയലേഷൻ ഓഫ് ദ റൂൾ ഓഫ് ലോ ഓർ പബ്ലിക് റോങ്സ്. അതായത് ഈ പറയുന്ന നിയമങ്ങൾ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കെതിരെ എന്തെങ്കിലും റോങ് ചെയ്യുന്നുണ്ടെങ്കിൽ, റോങ്ഫുൾ ആക്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ വരും. പ്ലസ് ഇതിൻ്റെ കൂടെ എന്ത് വരും? പണിഷ്മെൻറ്റ് ഉണ്ടാവും. ഇതിൽ വയലേഷൻ സംഭവിക്കും, പബ്ലിക് റോങ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേസിൽ, അതായത് ക്രിമിനൽ ലോയിൽ എന്ത് കൊടുക്കും? പണിഷ്മെൻറ്റ് കൊടുക്കും. പക്ഷേ സിവിൽ ലോ നമ്മൾ കാണും. എന്നാലും ഞാൻ പറയാം, സിവിൽ ലോയിൽ ഒരിക്കലും പണിഷ്മെൻ്റ് അല്ല, പകരം ഡാമേജസ് ആണ്, അല്ലെങ്കിൽ റെമഡി ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ അകത്ത് പക്ഷേ എന്താണ്? പണിഷ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് 4 തൊട്ട് 5 പണിഷ്മെൻറ്റ്, അതായത് ഡെത്ത് പെനാലിറ്റി, ലൈഫ് ലോങ് ഇംപ്രിസൺമെൻറ്റ്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ടേം ഇംപ്രിസൺമെൻറ്റ്, പെനാലിറ്റി, അങ്ങനെ 5ഓളം എന്തുണ്ട്? പണിഷ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. പക്ഷെ സിവിൽ ലോ എടുക്കുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡാമേജസ്, പൈസയായിട്ട് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ പറയണ്ട, ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. മറ്റേതിൽ പണിഷ്മെൻ്റ് ഉണ്ട്, സിവിൽ ലോയിൽ പണിഷ്മെൻ്റ് ഇല്ല. അപ്പോൾ എന്താണെന്ന് നോക്കാം. ക്രിമിനൽ ലോ ഇസ് കൺസേൺ വിത്ത് ലോസ് പെർട്ടൈനിങ് ടു വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ഓർ പബ്ലിക് റോങ്സ് ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം. പണിഷ്മെൻറ്റും ഉണ്ടാവും. നെക്സ്റ്റ്, ക്രിമിനൽ ലോ ഈസ് ഗവേൺഡ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇത് എന്തിൻ്റെ അടിയിലാണ് വരുന്നത്? IPC, അതായത് ഇന്ത്യൻ പീനൽ കോഡ്. എന്താ പറയുക, ക്രിമിനൽ പരമായുള്ള കുറ്റങ്ങളൊക്കെ, ഇപ്പം മർഡർ, ഫോർജറി, കോൺസ്പിറേഷൻ, പിന്നെന്താണ് ചീറ്റിംഗ്, ഒരാളെ ചതിക്കുക, ഇൻറ്റൻഷനലി ചതിക്കുക, മീൻസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചീറ്റ് ചെയ്യുക. രണ്ടാമത് ഫോർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള ഒപ്പൊക്കെ ഇടുന്നത് ഫോർജറിയിൽ. ഇപ്പം കോൺസ്പിറേഷൻ ഗൂഢാലോചന, ഒരു കേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗൂഢാലോചനയുടെയൊക്കെ. സോ ഇതൊക്കെ നമ്മൾ എന്തിലാണ് എടുക്കുന്നത്? IPC എന്ന് പറയുന്നൊരു കോഡും ആക്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒറ്റ ലോ ആണത്. പക്ഷെ കോഡെന്ന് പറയുന്ന പല പല ഭാഗത്തു നിന്ന് എടുത്ത് ഒരു ഇതായിട്ട് വെച്ചിരിക്കുന്നത്. കോഡ് പല ലോസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇതാക്കുമ്പോൾ അതിനെ നമ്മൾ കോഡെന്ന് വിളിക്കുന്നു. ആക്ട് എന്ന് പറയുന്ന ഒറ്റ ലോ ആണ്, അതെല്ലാം സെയിം ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. സോ IPC മാറി ഇപ്പം എന്തായിട്ടുണ്ട്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇതാണ് ഇപ്പോഴത്തെ പീനൽ കോഡ് എന്ന് പറയുന്നത്. ഈ CRPC എന്ന് പറയുന്നത് എന്താണ്? ഭാരതീയ ന്യായ സംഹിത. എവിഡൻസ് ആക്ട് മാറി. അതൊക്കെ നിങ്ങൾ ഇപ്പം ക്രിമിനൽ ലോയിൽ ഇവരുടെ മൊഡ്യൂൾ കൊടുത്തിരിക്കുന്ന ഇതാണെങ്കിൽ പോലും ജൂലൈ 1 തൊട്ട് ആപ്ലിക്കബിൾ ഏതാണ്? BNSഉം BNSSഉം ആണ്. പിന്നെ ഈ പറയുന്ന BSA, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറഞ്ഞിട്ട്, അത് എവിഡൻസ് ആക്റ്റാണ്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ക്രിമിനൽ ലോയിൽ നിങ്ങൾ പറയുമ്പോൾ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എപ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ. മൊഡ്യൂളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് ഇത് ചെയ്യുക. എന്നിട്ട് താഴെ ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം, ഇൻസ്റ്റെഡ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് നൗ BNS ഈസ് ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ ആണെങ്കിൽ BNSS ഈസ് ആപ്ലിക്കബിൾ എന്ന് നോക്കിയിട്ട് BNSS എന്ന് പറഞ്ഞാൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, മറ്റേത് ഭാരതീയ നിയം സംഹിത. ഓക്കെ. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും.
2023 ജൂലൈ 1 തൊട്ട് അതാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സോ ഇന്ത്യൻ പീനൽ കോഡ് 1860 ആൻഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന ക്രൈമും പിന്നെന്താണ് അതിൻ്റെ നേച്ചർ, പണിഷ്മെൻറ്റ്. നേച്ചർ ഞാൻ പറഞ്ഞു, കോൺസ്പിറസി ആണോ, ഫോർജറി ആണോ, ചീറ്റിംഗ് ആണോ, അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ നേച്ചർ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തത്, ഒരാളെ കൊല്ലുവാണോ ചെയ്തത്, കൊല്ലാനുള്ള ശ്രമം, അറ്റംപ്റ്റ് ടു മർഡർ, അത് രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ കൊല്ലാനായിട്ട് ഇൻറ്റൻഷനലി ഒരു ഗിൽറ്റി മെൻസ്രിയ വേണം. മെൻസ്രിയ എന്ന് പറഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. ഒരാളെ വേണമെന്ന് വെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ, അത് നിങ്ങളുടെ പ്രൈവറ്റ് ഡിഫെൻസിന് വേണ്ടി, ഇത് നിങ്ങളെ അതായത് അയാളെ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ട് നിങ്ങൾ അയാളെ കൊന്നതാണോ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ നേച്ചർ പറയുന്ന ഏത് കോഡാണ്? IPCയിലാണ് പറയുന്നത്. ഇനി അയാളത് ക്രൈം ചെയ്തു എന്ന് വന്നു, അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിന്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന്, അതിൻ്റെ പ്രോസിക്യൂഷൻ നടത്തുന്നതിന് എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അത് വരുന്ന ഇതിലാണ് CRPC. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ടാണ്. മറ്റേതിൽ ക്രൈം എന്താണ്, നേച്ചർ എന്താണ്, പണിഷ്മെൻ്റ് എന്താണ്, ഇതെല്ലാം പറയുന്നത് IPCയിലാണ്. ഇതെങ്ങനെയാണ്, അതായത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ പറയുന്നത് എന്തിലാണ്? ഈ പറയുന്ന CRPCയിലാണ്. പണിഷ്മെൻറ്റ് രണ്ടിലും പറയുന്നുണ്ട്. സോ അങ്ങനെ പണിഷ്മെൻറ്റ്സ് വേറാസ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 എഴുതുമ്പോൾ വർഷവും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഡിഫൈൻസ് എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ ഫോർ എക്സിക്യൂട്ടിംഗ് ദ പണിഷ്മെൻറ്റ് ഓഫ് ക്രൈംസ്, അതായത് പ്രൊസീജിയർ എങ്ങനെയാണ് ആ ക്രൈമിൻ്റെ പണിഷ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ലോ ആണ് ഈ പറയുന്ന CRPC. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മർഡർ, റേപ്പ്, തെഫ്റ്റ്, ഫ്രോഡ്, ചീറ്റിംഗ് ആൻഡ് അസോൾട്ട് ആർ സം എക്സാമ്പിൾസ് ഓഫ് ക്രിമിനൽ ഒഫൻസസ്. അപ്പം എക്സാമ്പിൾ ഇപ്പം 3 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. ഏതൊക്കെയാണ്? ക്രിമിനൽ ലോ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് റൂൾ ഓർ പബ്ലിക് റോങ് ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം, അത് ഒരു പോയിന്റ്. രണ്ടാമത്തത് ക്രിമിനൽ ലോ ഈസ് ഗവേൺഡ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് CRPC, അത് രണ്ടാമത്തത്. മൂന്നാമത്തെ പോയിന്റ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഒരു ക്രൈം എന്താണെന്ന്, നേച്ചർ എന്താണെന്നും പണിഷ്മെൻറ്റ് എന്താണെന്നും പറയുന്ന ഇതാണ് എന്ത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതിലെന്താ പറയുന്നത്? ക്രിമിനൽ പ്രൊസീജിയറിൽ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊസീജിയർ ഫോർ ദ എക്സിക്യൂട്ടിംഗ് ദ പണിഷ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ക്രിമിനൽ CRPCയിൽ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളും കൂടെ എഴുതുക. ഒന്ന് റേപ്പ്, മർഡർ, തെഫ്റ്റ്, ചീറ്റിംഗ്, ഫോർജറി, കോൺസ്പിറസി, ഇതെല്ലാം പറയുന്ന എല്ലാം എന്തിൽ വരുന്നതാണ്? CRPCയിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസിൽ വരുന്നതാണ്. വേണമെങ്കിൽ പണിഷ്മെൻറ്റിൽ എന്താണ് ഡെത്ത് പെനാൽറ്റിയോ അങ്ങനെ, അതായത് തൂക്കിലേറ്റുന്നതിന് നമ്മൾ ക്രൈമിൽ വരുന്നൊരു പണിഷ്മെൻ്റാണ്. രണ്ടാമത്തത് ലൈഫ് ലോങ്, അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക. മൂന്നാമത്തത് ടേം ഇംപ്രിസൺമെൻറ്റ്, അതായത് 3 വർഷം, 5 വർഷം, 10 വർഷം അങ്ങനെ ടേമിലുണ്ട്. 14 വർഷമൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഫോർഫീച്ചർ, അതായത് നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടുക എന്ന് പറയും, ഫോർഫീറ്റ് ചെയ്യുക. ലാസ്റ്റത്തത് പെനാൽറ്റി, അതായത് നിങ്ങൾ പൈസ അടച്ചാൽ നിങ്ങൾക്ക് റിലീഫ് കിട്ടും. അത് വളരെ ചെറിയ ചെറിയ ഒഫൻസ്, അത് നിങ്ങൾ ട്രൈ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റൻഷനലി അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ലൂപ്പ് ഹോൾ വെച്ച് നിങ്ങൾക്ക് പെനാൽറ്റി മാത്രം കൊടുത്ത് വരാം. മേജർലി ക്രിമിനൽ കേസസിൽ എപ്പോഴും ഈ പറയുന്ന ഇംപ്രിസൺമെൻ്റ് ആയിരിക്കും കൂടുതലും പണിഷ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. സോ നെക്സ്റ്റ് സിവിൽ ലോ. Matters of dispute between individuals or organizations are dealt with under civil law. അത് ഞാൻ പറഞ്ഞു. എന്താണ്? Matters of disputes between individuals or organizations, അതായത് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ തമ്മിലോ, അതായത് 2 സ്ഥാപനങ്ങളോ 2 വ്യക്തികളോ തമ്മിലോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു സ്ഥാപനവും തമ്മിലോ എന്തെങ്കിലും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയി ഫയൽ ചെയ്യാം? സ്യൂട്ട് ഫയൽ ചെയ്യാം. നിങ്ങൾക്ക് പോയി ഈ പറയുന്ന സിവിൽ കോർട്ടിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം. ഈ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ആളെ നമ്മൾ പ്ലെയിൻറ്റിഫ് എന്നും
എഗെയിൻസ്റ്റ് എതിർകക്ഷിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിഫെൻഡൻ്റ് എന്ന് വിളിക്കും. Civil courts enforce the violation of certain rights and obligations through the institution of a civil suit. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒബ്ലിഗേഷൻസ്, നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂള് വയലേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സിവിൽ കോർട്ടിന് നടപടി എടുക്കാൻ പറ്റും. സിവിൽ ലോ പ്രൈമറിലി ഫോക്കസ് ഓൺ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ റാദർ ദാൻ പണിഷ്മെൻറ്റ്. ഞാൻ പറഞ്ഞു ഇതിൽ പണിഷ്മെൻറ്റ് വരില്ല, പകരം അത് റിസോൾവ് ചെയ്യാനായിട്ട് റെസൊല്യൂഷനാണ് വരുന്നത്. ഒന്നെങ്കിൽ ഡാമേജസ് കൊടുത്ത് നമുക്ക് ഇതാവാം, അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ഇപ്പം വഴിത്തർക്കം വന്നു, നിങ്ങൾക്ക് വഴി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പൈസ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ശരിയാക്കി കൊടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ആയിട്ടൊന്നും കൊടുക്കില്ല. അതെന്തിലാണ് വരുന്നത്? ദ ആക്ട് ഓഫ് പ്രോസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ലോ ആർ ഗവേൺഡ് ബൈ ദ CPC. CPC എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അപ്പം രണ്ടും കൺഫ്യൂസിങ് ആണ്, ചെറുതായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. CRPC CPC. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CPC സിവിൽ പ്രൊസീജിയർ കോഡ്. അത് വന്നിരിക്കുന്ന വർഷം 1908. IPC വന്ന വർഷം 1860, CRPC വന്ന വർഷം 1973. ഇപ്പോൾ പുതിയതായിട്ട് വന്ന നിയമങ്ങൾ 2023 ഇതാണ്. ഓക്കെ, ആക്റ്റാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ പറയുന്നത് എന്താണ്? സിവിൽ പ്രൊസീജിയർ കോഡിലാണ് പറഞ്ഞത്, സിവിൽ ലോ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ലോ ഓഫ് കോൺട്രാക്ട്, ഫാമിലി ലോ, പ്രോപ്പർട്ടി. ഈ സിവിൽ ലോ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണ്? കോൺട്രാക്ട് ലോ ഉണ്ട്, ഫാമിലി, അതായത് മാരേജ്, അങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂസിന് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ്, ഇപ്പം ഡിവോഴ്സ് ഒക്കെ ആണെങ്കിലും വരുന്നത് എവിടെയായിരിക്കും? ഫാമിലി ലോയിൻ്റെ കീഴിലായിരിക്കും. മാരേജ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. ഡൗറി ആക്ട്, പ്രൊഹിബിഷൻ ആക്ട്, ചൈൽഡ് മാരേജ് ആക്ട്. ചൈൽഡ് മാരേജ് സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കിയുള്ള ഈ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ എവിടെയാണ് വരുന്നത്? ഫാമിലി ലോയാണ്. പ്രോപ്പർട്ടി, അതായത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട്സ് വരുന്നത് പ്രോപ്പർട്ടി. കോൺട്രാക്ട്, നിങ്ങൾ ബൈങ് ആൻഡ് സെല്ലിങ്ങിൽ എന്തെങ്കിലും കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതെവിടെ പോകും? ലോ ഓഫ് കോൺട്രാക്ട്. ഇപ്പോൾ കൺസ്യൂമർ ലോയിൽ പോകുന്നത് എന്താണ് പറയുക? എന്താ, നിങ്ങളൊരു കൺസ്യൂമർ, നിങ്ങൾ വാങ്ങിച്ച സാധനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടിയില്ല എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൺസ്യൂമർ കോർട്ടുണ്ട്. അവിടെ ലോ ഓഫ് ടോർട്ട് വരും. അങ്ങനെ പലതരത്തിൽ ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം എക്സാമ്പിളായിട്ട് അത് കൊടുക്കാം നമുക്ക്. ക്ലാസിഫൈഡ് ഇൻ ടു ലോ ലൈക്ക് എന്താണ്? ലോ ഓഫ് കോൺട്രാക്ട്. അല്ല, താഴെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് കണ്ടോ? കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്, നോൺ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ്, ലെൻഡർ ഓർ സെല്ലർ ഡിഫമേഷൻ. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്താ പറയുക, അയാളെ വേണം ഇൻറ്റൻഷനലി നമ്മളൊരാളെ, അയാളുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി നമ്മൾ അപവാദം പറഞ്ഞ് നടക്കില്ലേ? അയാൾ ശരിയല്ല, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ഡിഫമേഷനാണ്. നമ്മൾ ഒരാൾ, ഞാൻ ചെവിയിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാനയാൾ മാത്രമേ അറിയുന്നുള്ളൂ. അതായത് സ്വന്തം, ഇപ്പം എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും, എയെ പറ്റി ബി എയോട് തന്നെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല, ഇറ്റ്സ് നോട്ട് ഡെഫമേഷൻ. പക്ഷെ എയുടെ കുറ്റം ബി ചെന്ന് സിയോട് പറയുകയാണെങ്കിൽ, അതും ഒരു നെഗറ്റീവ് സെൻസിൽ പറയുകയാണെങ്കിൽ എന്ത് വരും? ഡെഫമേഷൻ വരും. അത് എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? സിവിൽ ലോയുടെ കീഴിലാണ്. അതും ലിബൽ എന്ന് പറഞ്ഞാലും പല ടൈപ്പ് ഓഫ് പറയുന്ന ഇതുണ്ട്. എന്താണ്? ഡിഫമേഷൻ ഉണ്ട്. ഓക്കെ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നമ്മൾ പറഞ്ഞു. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്, അതായത് വാടകയ്ക്ക് നിൽക്കുന്ന ആളും വാടകയ്ക്ക് കൊടുത്ത ആളും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും ഇവിടെ വരും, സിവിൽ ലോയിൽ വരും. നെക്സ്റ്റ് കോമൺ ലോ. കോമൺ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് ലോസ് തന്നെയാണ് കോമൺ ലോ എന്ന് പറയുന്നത്. ഓൾറെഡി ജഡ്ജ്മെൻറ്റ് ചെയ്ത കേസസിൻ്റെ റെഫറൻസ് ഇപ്പോൾ നമ്മുടെ നടക്കുന്ന കേസിൽ എടുക്കുകയാണെങ്കിൽ അതിനെ കോമൺ ലോയുടെ അണ്ടറിലാണ് നമ്മൾ എടുക്കുന്നത്. എ ജുഡീഷ്യൽ പ്രസിഡന്റ് ഓർ എ കേസ് ലോ ഈസ് കോമൺ ലോ.
അതായത് ഞാൻ പറഞ്ഞു പ്രസിഡൻ്റ് എന്താണ്, നമ്മൾ ഓൾറെഡി ജഡ്ജ്മെൻറ്റ് വന്ന ഒരു കേസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിന് വേണ്ടി റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. മിക്കവാറും അത് ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ബാക്കി താഴെയുള്ള ലോവർ കോർട്സിനെല്ലാം ബൈൻഡിങ് ആണ്. അതായത് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും റെഫറൻസിന് വേണ്ടി എടുക്കാൻ പറ്റും. പിന്നെ ഹൈക്കോർട്ട്സ് തമ്മിലും എന്ത് ചെയ്യാറുണ്ട്, പ്രസിഡൻസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സായി, ആ സെയിം ഇഷ്യൂ തന്നെ തമിഴ്നാട്ടിലും സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ഹൈക്കോർട്ട് കേരളത്തിലെ ആ ജഡ്ജ്മെൻറ്റ് മേ ബി റെഫർ ചെയ്യുമായിരിക്കും. പിന്നെന്താണ് കോമൺ ലോ, അതാണ് കോമൺ ലോ. എന്താണ് കോമൺ ലോ? പ്രസിഡൻ്റ് അല്ലെങ്കിൽ കേസ് ലോ ഈസ് കോമൺ ലോ. മറ്റേത് എ ജഡ്ജ്മെൻറ്റ് ഡെലിവേർഡ് ബൈ സുപ്രീം കോർട്ട് വിൽ ബി ബൈൻഡിങ് അപ്പോൺ ദ കോർട്ട്സ് വിത്തിൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 141. ആർട്ടിക്കിൾ 141 പ്രകാരം സുപ്രീം കോർട്ടിൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റും ആർക്ക് ബൈൻഡിങ് ആണ്? താഴെയുള്ള ലോവർ കോർട്ട്സിനെല്ലാം ബൈൻഡിങ് ആണ്. ഓൾ ഓവർ ദി അല്ലെങ്കിൽ വിത്തിൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അകത്തുള്ള എല്ലാ കോർട്ട്സിനും ബൈൻഡിങ് ആണ്. The doctrine of stare decisis is the principle supporting common law. അതൊരു ലീഗൽ മാക്സിം ആണ്. ലീഗൽ മാക്സിം എന്ന് പറഞ്ഞാൽ ലോയിലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണത്. സ്റ്റെയർ ഡെസിസ്, ഡബിൾ ജിയോപാർഡി, ഇപ്പോൾ കോൺട്രാക്റ്റിൽ വരികയാണെങ്കിൽ വോയിഡ് അബ് ഇനിഷ്യോ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ടോർട്ടിൽ പറയുകയാണെങ്കിൽ തന്നെ ഡാമൻ സൈൻ ഇഞ്ചൂരിയ സൈൻ ഡാനം, അങ്ങനെയുള്ള കുറേ ലീഗൽ മാക്സിംസ് ഉണ്ട്. അതുപോലത്തെ ഒരു ഇതാണ് ഈ പറയുന്ന സ്റ്റെയർ ഡെസിസ് എന്ന് പറയും. ഈസ് ദ പ്രിൻസിപ്പിൾ സപ്പോർട്ടിങ് കോമൺ ലോ. എന്താണ് പ്രിൻസിപ്പിൾ? എന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന? കോമൺ ലോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് സ്റ്റെയർ ഡെസിസ് എന്ന് പറയുന്നത്. സ്റ്റെയർ ഡെസിസിൻ്റെ മീനിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു സ്റ്റാൻഡ് ബൈ ദാറ്റ് വിച്ച് ഇസ് ഡിസൈഡഡ്. ഓൾറെഡി ഡിസൈഡ് ചെയ്ത ഒരു കേസ് ലോയിനെ നമ്മൾ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് റെഫറൻസ് എടുക്കുകയാണ്. ഓക്കെ. The doctrine of stare decisis reinforces the obligation of courts to follow the same principle or judgment established by previous decisions while ruling a case where the facts are similar or on all four legs with the earlier decision. അതായത് രണ്ട് കേസിലെ ഫാക്ട്സും ഒരേപോലെ ആണെങ്കിൽ ഇവിടുത്തെ ജഡ്ജ്മെൻറ്റ് തന്നെയായിരിക്കും മേ ബി സിമിലർ ജഡ്ജ്മെൻറ്റ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ മൈനർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെയിം ജഡ്ജ്മെൻറ്റ് തന്നെയായിരിക്കും ഇവിടെയും പാസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാൻ. അത്രയും സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ഒന്നുകൂടെ വായിക്കാം. റീഇൻഫോഴ്സ് ദ ഒബ്ലിഗേഷൻ ഓഫ് കോർട്ട്. കോർട്ടിൻ്റെ ഒബ്ലിഗേഷൻ, ലോവർ കോർട്ട്സിൻ്റെ ഒബ്ലിഗേഷൻ ആണ് എന്ത്? ടു ഫോളോ ദ സെയിം പ്രിൻസിപ്പിൾ. അവിടെ ജഡ്ജ്മെൻറ്റ് കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് എന്തിൻ്റെ ബേസിലാണോ കൊടുത്തത് ആ ഒരു ബേസിൽ തന്നെ നിങ്ങൾ ഈ കേസിലും വിധി പറയണം എന്നാണ് പറയുന്നത്. ബിക്കോസ് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരുന്നത്. ടു സ്റ്റാൻഡ് ബൈ ദാറ്റ് വിച്ച് ഇസ് ഡിസൈഡഡ്. ഓൾറെഡി ഡിസൈഡ് ചെയ്തതിന് ബേസ് ആക്കി വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാൻ പാടുള്ളൂ. ബൈ പ്രീവിയസ് ഡിസിഷൻസ് വൈൽ റൂളിംഗ് ഈ കേസിലോ അതവിടെ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കണം? സിമിലർ ഫാക്ട്സ് ആയിരിക്കണം. ദ ഫാക്ട്സ് ആർ സിമിലർ ഓൺ ഓൾ ഫോർ ലെഗ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, എല്ലാ ഫാക്ട്സും സെയിം ആയിരിക്കണം എന്നുള്ളൊരു മീനിങ് ആണ് ഓൺ ഓൾ ഫോർ ലെഗ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ഏർലിയർ ഡിസിഷൻ, അതായത് മുമ്പേ പറഞ്ഞ പ്രസിഡൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡിസിഷനുമായിട്ട് എന്തായിരിക്കണം? ഫാക്റ്റും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സിമിലർ ആണെങ്കിൽ നിങ്ങൾ സെയിം ബേസിസിൽ അവിടെ എടുത്ത് എന്ത് ബേസിസിലാണോ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയത് ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്ത് വേണം ഇവിടെയും പാസ് ചെയ്യാനായിട്ട്. അത് എന്താണ്? കോർട്ടിൻ്റെ ഒബ്ലിഗേഷനാണ്, ഡ്യൂട്ടിയാണെന്ന് പറയാം. ലാസ്റ്റ് വൺ, നാച്ചുറൽ ജസ്റ്റിസ്. എന്താണ് നാച്ചുറൽ ജസ്റ്റിസ്? ഓഫൻ നോൺ ആസ് ജസ്റ്റ് നാച്ചുറൽ ഡീൽസ്. അതും എന്താണ്? ഒരു ലീഗൽ മാക്സിമാണ്. വിത്ത് certain ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ഗോയിങ് ബിയോണ്ട് റിട്ടൺ ലോ. നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന
നിയമത്തിനേക്കാൾ അപ്പുറമായിട്ട് എന്താണ് ഒരു നാച്ചുറൽ ജസ്റ്റിസ്, അതായത് ചില കേസസിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതുമായിട്ട് അത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെമോ ജുഡെക്സ് ഇൻ കോസ സ്വാ, ലിറ്ററലി മീനിങ് നോ വൺ ഷുഡ് ബി മെയ്ഡ് എ ജഡ്ജ് in his own cause, and it's a rule against prejudice. Odi alteram partem, literally meaning hear the other party or give the other party a fair hearing. And recent decisions are the rules of natural justice. A judgment can override or alter a common law. അതായത് ഒരു പ്രസിഡന്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓവർറൈഡ് ചെയ്യാൻ പറ്റും. ഓവർറൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ടാണത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ. ചില ഫാക്ട്സ് എടുക്കുമ്പോൾ അത് നമുക്കിവിടെ പരിഗണിക്കാൻ പറ്റില്ല. ആ പ്രസിഡൻറ്റിൽ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ചിലപ്പം വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ ഫാക്ട്സുമായിട്ട് ചിലപ്പം ചില വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹിയർ ദ അതർ പാർട്ടി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടി കേൾക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഫെയർ ഡിസിഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ എവിഡൻസും കൊണ്ടുവരിക. ഇറ്റ്സ് എ റൂൾ അഗെയിൻ, പ്രിജുഡൈസ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ 3 വേർഡ്സാണ് നമ്മൾ പഠിച്ചത്. നാച്ചുറൽ, ജസ്റ്റ് നാച്ചുറൽ, നെമോ ജുഡെക്സ് ഇൻ കോസ സ്വാ, നോ വൺ ഷുഡ് ബി മെയ്ഡ് എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്, ആൻഡ് ഇറ്റ്സ് എ റൂൾ അഗെയിൻസ്റ്റ്. അതായത് ജഡ്ജ് പറഞ്ഞത് തന്നെ, അതായത് ചിലപ്പോൾ ആ പ്രസിഡന്റ് ഉണ്ടാക്കിയിരിക്കുന്ന അയാളുടെ ഇതിലായിരിക്കും, അയാളുടെ എന്തെങ്കിലും ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ്സ് വെച്ചിട്ട് ചിന്തിച്ചിട്ടായിരിക്കും അയാൾ ആ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സെയിം തന്നെ ഇവിടെ റെഫറൻസ് എടുക്കാൻ പറ്റില്ല, മേ ബി അത് ബയസ്ഡ് ആയിരിക്കും. സോ എന്ത് ചെയ്യണം? നമുക്ക് ഫെയർ ആണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ആ പാർട്ടിയെ കേട്ടിട്ട് മാത്രം എന്ത് ചെയ്യുക? ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുക. എങ്ങനെയാണ്? ഫാക്റ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ. എ ജഡ്ജ്മെൻറ്റ് ക്യാൻ ഓവർറൈഡ് ഓർ ഓൾട്ടർ എ കോമൺ ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്? ജഡ്ജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഓവർറൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് പോകാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് ഓവർറൈഡ് ഓർ ചേഞ്ച് ദ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം. കോമൺ ലോയിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓവർറൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കോമൺ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡൻ്റ് ആണ് അല്ലേ, കേസ് ലോസ് ആണ്. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർറൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു നിയമത്തെ, ഇപ്പോൾ ക്രിമിനൽ ലോയിൽ ഒരു സെക്ഷനിലെ കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. സിവിൽ ലോയിൽ, അതായത് ലോ ഓഫ് ടോർട്ടിൽ ഒരു സെക്ഷൻ പറയുന്നുണ്ട്, എന്താണ് എന്തെങ്കിലും ഇപ്പം വിഗേരിയസ് ലയബിലിറ്റിനെ പറ്റി പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ ഏജൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സെക്ഷനിലോ ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രസിഡൻസ് മാറ്റാനുള്ള അധികാരമുണ്ട്, കേസ് ലോസിൽ ഇത് മാറ്റാനുള്ള, ഓൾട്ടർ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് നിയമം മാറ്റാൻ അവകാശമില്ല. ഓക്കെ, സോ ലോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോമൺ ലോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ പറയുന്നത്. എൻഫോഴ്സിങ് ദ ലോ, എൻഫോഴ്സ് ചെയ്യാന്ന് നടപ്പിലാക്കുക, അപ്ലൈ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. After a law is passed in parliament, it has to be enforced. അതായത് ഒരു പാർലമെൻറ്റിൽ ഒരു ലോ പാസ്സാക്കി, ഒരു ആക്റ്റായി എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നടപ്പിലാക്കണം, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റിൽ അത് അപ്ലൈ ചെയ്യണം. Somebody should monitor whether the law is being followed. നിയമം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല, അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം അല്ലേ. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ക്ലാസ്സിൽ മോണിറ്റേഴ്സിനെ വയ്ക്കുന്ന കേട്ടിട്ടില്ലേ? അതായത് ടീച്ചർ ക്ലാസ്സിലില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ മോണിറ്റർ അല്ലെങ്കിൽ ലീഡേഴ്സിനെ വയ്ക്കും, ക്ലാസ് ലീഡേഴ്സിനെ വയ്ക്കും. അതുപോലെയാണ് ഈ പറയുന്ന ഈ കാര്യത്തിലും ലോ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ടും കുറച്ച് പേര് നമ്മൾ നിയമിക്കും. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ദിസ് ഇസ് എ ജോബ് ഓഫ് എക്സിക്യൂട്ടീവ്. 3 ഉണ്ട്. ഏതൊക്കെയാണ്? ലീഗൽ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇങ്ങനെ
മൂന്ന് ഇതായിട്ടാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ വെദർ എ ലോ ഈസ് സെൻട്രൽ ലോ ഓർ സ്റ്റേറ്റ് ലോ. ഡിപ്പെൻഡിങ് ഓൺ, അതായത് ആ ലോ ഒരു സെൻട്രൽ ലോ ആണോ സ്റ്റേറ്റ് ലോ ആണോ എന്നതനുസരിച്ച് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ബി എൻഫോഴ്സിങ് അതോറിറ്റി. അവർ അതോറിറ്റീനെ തീരുമാനിക്കും. ഇപ്പം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ മറ്റേ MVD ഒക്കെ ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സൊക്കെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അവരായിരിക്കും മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ എന്തെങ്കിലും വയലേഷൻ വരുന്നുണ്ടോ നോക്കുന്നത്. കമ്പനീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ MCA ആയിരിക്കും. ലോസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിരിക്കും. അങ്ങനെ പല ഇതിനും പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. Will be enforcing authority. For this purpose, government functions are distributed to various ministries. പല മിനിസ്ട്രിയിലേക്ക് ആ പവേഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡെലിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തിരിച്ചു, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, സം ഓഫ് ദ പോപ്പുലർ മിനിസ്ട്രീസ് ആർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, the Ministry of Home Affairs, the Ministry of Law and Justice, and so on. These ministries are headed by a minister and run by officers of the Indian Administrative and other services. അതായത് അതിൽ ആരൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ മിനിസ്ട്രീസ് ആയിരിക്കും? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മൂന്നാമത്തത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതായത് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ കേട്ടില്ല, ആഭ്യന്തരം, ഡിഫൻസ്. ഓക്കെ, ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, നിയമം, അതിനെപ്പറ്റി ആ മിനിസ്ട്രി. അങ്ങനെ കുറച്ച് ബോഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെബി, റെഗുലേറ്ററി ബോഡീസും ഇതിലൊക്കെ തന്നെ പെടുന്നതാണ്. ദീസ് മിനിസ്ട്രീസ് ആർ ഹെഡഡ് ബൈ മിനിസ്റ്റർ. ഇതിൻ്റെയൊക്കെ ഹെഡ് ചെയ്യുന്ന ആരായിരിക്കും? മിനിസ്റ്റർ, മന്ത്രിമാരായിരിക്കും. അവരുടെ കൂടെ ആരുണ്ടാവും? ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ സർവീസസ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സസൈസസ് ഇറ്റ്സ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ത്രൂ എ നമ്പർ ഓഫ് ഗവൺമെൻറ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്. അതായത് അതിൻ്റെ പവർ എക്സസൈസ് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ പവർ എക്സസൈസ് ചെയ്യുന്നത് പല മിനിസ്ട്രീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും വഴിയാണ്. എ മിനിസ്ട്രി ഈസ് കമ്പോസ്ഡ് ഓഫ് എംപ്ലോയ്ഡ് ഒഫീഷ്യൽസ് നോൺ ആസ് സിവിൽ സർവൻസ്. അതായത് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS ഓഫീസേഴ്സ് എന്നൊക്കെ കേട്ടില്ലേ. സോ അവർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മിനിസ്ട്രിയിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവരായിരിക്കും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജില്ലയുടെ ഒരു ജില്ലയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു IAS ഓഫീസർ ഉണ്ടാവും. ഇപ്പം ഈ മിനിസ്ട്രിയിൽ തന്നെ മെമ്പേഴ്സിൽ ഈ IAS ഓഫീസേഴ്സ് ഉണ്ടാവും. അവരായിരിക്കും ഈ മിനിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന റെഗുലേഷനും കാര്യങ്ങൾക്കൊക്കെ. And is politically accountable through a minister. Most major ministries are headed by cabinet minister. ഈ പറയുന്ന മിക്ക ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ മിനിസ്ട്രീസും ഹെഡ് ചെയ്യുന്ന ആരായിരിക്കും? ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും. ഹു സിറ്റ്സ് ഇൻ ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇസ് ടിപ്പിക്കലി സപ്പോർട്ടഡ് ബൈ എ ടീം ഓഫ് ജൂനിയർ മിനിസ്റ്റേഴ്സ് കോൾഡ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അതായത് സെൻട്രൽ മിനിസ്റ്റർ, അതായത് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ഹെഡ്. അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരൊക്കെ? സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് കുറേ പേരുണ്ടാവും, ജൂനിയർ മിനിസ്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, the Income Tax Act is implemented and enforced by the Ministry of Finance. Income Tax Act എന്ത് ചെയ്യുന്നത്, എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ത്രൂ ദ CBDT, Central Board of Direct Tax, coming under the Department of Revenue and is administered by the Office of Indian Revenue Service. അപ്പം ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ആരിലൂടെയാണ് അത് എൻഫോഴ്സ് ചെയ്യുന്നത്? CBDT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അത് വരുന്നത്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഏത് ഓഫീസേഴ്സാണ് നോക്കുന്നത്? IRS അല്ലെങ്കിൽ ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്ന
അതിലെ ഓഫീസേഴ്സാണ് ഇത് നോക്കുന്നത്. We will see some of the major ministries and laws which are enforced by them. The Ministry of Finance, Vitta Mantralaya, is a ministry. Mantralaya എന്ന് പറഞ്ഞാൽ ministry. Okay, അതൊരു ഹിന്ദി വേർഡാണ്. Is a ministry within the government of India concerned with economy of India. ഫിനാൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എക്കണോമി ഓഫ് ഇന്ത്യ. സെർവിങ് ആസ് എ ട്രഷറി ഓഫ് ഇന്ത്യ. ട്രഷറി ആയിട്ട് ആക്ട് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇൻ എ പെർട്ടിക്കുലർ ഇറ്റ് കൺസേൺസ് ഇറ്റ് സെൽഫ് വിത്ത് ടാക്സേഷൻ. അത് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ടാക്സേഷൻ, ഫിനാൻഷ്യൽ, ലെജിസ്ലേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പല പല PFIs അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സിഡ്ബി, അതായത് ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് പോലുള്ള, അതായത് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസസ് ആൻഡ് ദ യൂണിയൻ ബഡ്ജറ്റ്. ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഇതിൻ്റെ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററാണ്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്ററാണ് നമ്മുടെ ഇതിൽ യൂണിയൻ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആരുടെ കീഴിലാണ് വരുന്നത്? ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ്. ടാക്സേഷൻ്റെ പോളിസീസ് അതെല്ലാം നോക്കുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, many of your day-to-day work life will be impacted by this ministry. നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ബിക്കോസ് അവർ തന്നെ പറയുന്നുണ്ട് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു മിനിസ്ട്രിയാണ് എന്ത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റഡ് ബൈ ദിസ് മിനിസ്ട്രി ആൻഡ് ഇറ്റ്സ് പ്രൊക്ലമേഷൻസ്, അതായത് അവരുടെ വിളംബരം എന്നാണ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്താ പറയുക, അവരുടെ അനൗൺസ്മെൻറ്റ്സ്, അവരുടെ നോട്ടിഫിക്കേഷൻസ്, അവരുടെ സർക്കുലേഴ്സ്, അവരുടെ ഓർഡേഴ്സൊക്കെ നിങ്ങളെ ബാധിക്കും. ഓക്കെ, സോ this ministry is so important that many ministers have preferred to hold the portfolio of finance minister. The ministry is so important that many ministers have preferred to hold the portfolio of finance. അതായത് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മിനിസ്ട്രി, അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാനായിട്ട് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് ഫിനാൻസ് ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കുറേ മിനിസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ടാക്സേഷൻ, ഫിനാൻസ്, അല്ലേ, ക്യാപിറ്റൽ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. One of the important function of the finance ministry is the presentation of the union budget. അവരുടെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനിൽ പെടുന്ന ഒരു കാര്യമാണ് എന്ത്? യൂണിയൻ ബഡ്ജറ്റ്. അതായത് ഈ വർഷം ഇത്ര ബഡ്ജറ്റിൽ ഇത്ര വിഹിതം ഈ സ്റ്റേറ്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പവർ സെക്ടറിന് കൊടുക്കുന്നു, റെയിൽവേ സെക്ടറിന് കൊടുക്കുന്നു, കൃഷിക്ക് വേണ്ടി കൊടുക്കുന്നു, അതുപോലെ യൂത്തിൻ്റെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ ഇങ്ങനെ മാറ്റി വെച്ചെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യേണ്ടത് ആരാണ്? അല്ലെങ്കിൽ അത് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. This annual event is eagerly awaited by professionals and common man as it provides for the rates of taxes. അതിൻ്റെ ആവശ്യമില്ല, ഇത് ഓൾറെഡി നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വന്നു. ഈ വർഷത്തെ ടാക്സ് കാര്യങ്ങളുടെ റേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് നോക്കിയിട്ട് ടാക്സ് റേറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, കാരണം ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ ആ ഒരു ശീലം, പേപ്പർ വായിക്കുന്നതും എല്ലാം നിങ്ങൾ കൊണ്ടുവരിക. കാരണം ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ CA എന്നുള്ളൊരു നിലയിൽ നിങ്ങൾ ഇപ്പോഴേ ശീലിച്ചാലേ അപ്പോൾ നിങ്ങൾക്കൊരു ആ ഒരു ഹാബിറ്റ് വരുള്ളൂ. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കേണ്ട ഒരു സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ പ്രസൻറ്റഡ് ദ മാക്സിമം നമ്പർ ഓഫ് യൂണിയൻ ബഡ്ജറ്റ് ആസ് ഫിനാൻസ് മിനിസ്റ്റർ. Who
ഹൂ പ്രസൻറ്റഡ് ദ മാക്സിമം നമ്പർ ഓഫ് യൂണിയൻ ബഡ്ജറ്റ് ആസ് ഫിനാൻസ്? ആരാണ് ഒരു ഫിനാൻസ് മിനിസ്റ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ യൂണിയൻ ബഡ്ജറ്റ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്? ശ്രീ മൊറാർജി ദേശായി ഡ്യൂറിങ് ഹിസ് stint as finance minister between 1962 and 1969 has presented 10 union budgets, making it the highest. The next on the list is Shri P. Chidambaram at 9, followed by Shri Pranab Mukherjee at 8, Shri Yashwant Singha and Dr. Manmohan Singh have presented 8 and 6 budgets respectively. സോ എന്താണ് ഏറ്റവും കൂടുതൽ അതായത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു യൂണിയൻ ബഡ്ജറ്റ്. മേ ബി നിങ്ങളോട് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാം, എന്താണ് യൂണിയൻ ബഡ്ജറ്റ്, ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്ത്, ഏതൊക്കെ ഏരിയാസിലാണ് പറയുന്ന പോലെ അത് വരുന്നത് എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ വരാം. അതുപോലെ ആരാണ് ഏറ്റവും കൂടുതൽ ഫിനാൻസ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇതെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്, അതിലെ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് is the apex controlling authority of 4 central civil services. 4 സിവിൽ സർവീസസിൻ്റെ, അതായത് സെൻട്രൽ സിവിൽ സർവീസസിൻ്റെ കൺട്രോളിംഗ് ബോഡിയാണ് ആര്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസ്, കണ്ടോ, ഇതെല്ലാം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. നമുക്ക് റവന്യൂ സർവീസ്, അതായത് ഇൻകം ടാക്സിനൊക്കെ വരുന്നത് നിങ്ങളുടെയാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, അതും നിങ്ങൾ റിലേറ്റ് ചെയ്തതാണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസ്, അതും നിങ്ങളെ പറ്റി തന്നെയാണ്. ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, അതും നിങ്ങളെ പറ്റി. അപ്പം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. യു ഹാവ് ടു അപ്ഡേറ്റ് എവറിഥിങ് അബൌട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു CA സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ആസ്പിരൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഇതാണ്. സോ ഇതിന് നിങ്ങൾ ടെക്സ്റ്റിൽ മേ ബി ഇത്ര ഉണ്ടാവുള്ളൂ, നിങ്ങൾ സെർച്ച് ചെയ്യുക, കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് ആരാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്? അപ്പെക്സ് കൺട്രോളിംഗ് ബോഡി ഓഫ് ഫോർ സെൻട്രൽ സിവിൽ സർവീസസ്, IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആൻഡ് ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്. Also apex controlling authority of one of the central commerce services, namely Indian ICMA സർവീസ്. ഇത് വേറെയാണ്, ICMA അല്ല, ഈ പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് സർവീസ്, അതും ഇവരുടെ കീഴിലാണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? Department of Economic Affairs, Department of Expenditure, Department of Revenue, Department of Financial Service, Department of Investment and Public Asset Management, Department of Public Enterprise. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതായത് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഈ മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, സാമ്പത്തികപര മീൻസ് എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ ഇപ്പം GDP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വരുന്നുണ്ട്. എക്സ്പെൻഡിച്ചറും വരുന്ന, റവന്യൂ, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. സോ മിനിസ്ട്രി ഓഫ് ഇതിപ്പം ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സോ മേ ബി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കാം. സോ വി ഹാവ് ടു സ്റ്റഡി ദിസ്, കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കണം. സോ ഇതൊന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത്രയും പഠിപ്പിച്ച് അത്രയും നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്. അതുപോലെ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒരു ചാർട്ട് ഫോമിൽ, ഈ താഴെ കാണുന്ന ചാർട്ട് കണ്ടോ, അതുപോലെ ഉണ്ടാക്കി വെക്കുക. കാരണം ഇങ്ങനെ വായിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ
എന്താ ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടും. 4 സെൻട്രൽ സിവിൽ സർവീസസ്, IRS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, മൂന്നാമത്തത് ഇന്ത്യൻ എക്കണോമിക് സർവീസസ്, ആൻഡ് ഫോർത്ത് വൺ ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസസ്, അഞ്ചാമത്തെ ICMA സർവീസസ്, ഇന്ത്യൻ കോസ്റ്റ് മാനേജ്മെൻറ്റ് സർവീസസ്. അങ്ങനെ 4 എണ്ണമാണുള്ളത്. അപ്പെക്സ് കൺട്രോളിംഗ് ബോഡിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പെക്സ് കൺട്രോളിംഗ് ബോഡി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രക്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ് ഒരു 2-3 ക്ലാസ്സസ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. സോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു ടെസ്റ്റ് പേപ്പർ എന്തെങ്കിലും നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കൂടുതലൊന്നുമില്ല, ഇതെല്ലാം തിയറിയാണ്. സോ ഞാൻ എടുക്കുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ എൻ്റെ ഒപ്പം ചാപ്റ്ററും തീരും. സോ നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ മേ ബി കോൺട്രാക്റ്റ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.